ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് ഓട്സും മുട്ടയും കൂടെ ചേർത്ത് നല്ല കിഡിലൻ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പോളം ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കോക്കർ ഓട്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അത്. അപ്പൊ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം റവയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നങ്ങ് ഒരു സ്പൂൺ അങ്ങാണ് വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. രാവിലെയൊക്കെ എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഓർത്ത് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു സംഭവത്തിന് കറി വേണമെന്ന് തന്നെ ഇല്ല. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം അവിടെ റെസ്റ്റ് ആക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ദാണ്ടെ ഇതുപോലെ കിട്ടും, റവയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് അരയാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. അപ്പൊ ദാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ദോശമാവിന്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. അവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് മറ്റൊരു ബൗളിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഒരു ബൗളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായും പോവരുത്, ഒരുപാട് തിക്കാവാതെ ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, കറി പോലും വേണമെന്നില്ല, അല്ലാതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെക്കണം എന്നില്ല, ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ ഒരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ, ഒരു നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 3 ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നിറം ഒന്നും മാറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതിയേ. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മുട്ടക്കറി ഉണ്ടല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി അല്ല, ഒരു കുറുമയാണ് കേട്ടോ. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട കുറുമയാണ്. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അരിപ്പൊടി തീരാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ടേബിൾ സ്പൂണിലൊന്നും കാണിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് ചേർത്തതാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്താണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ആ അരിപ്പൊടിയുടെ കട്ടകളൊക്കെ ഒന്ന് ഒന്ന് മാറണം നന്നായിട്ട്. അപ്പൊ അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ട കണ്ടോ, അരിപ്പൊടിയുടെ കട്ടകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. കാരണം നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കിട്ടിയാൽ മതി, ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഒരു അര ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ശരിക്കും പറഞ്ഞാൽ ഗരം മസാല ചേർക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ ഗരം മസാല തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് റെഡി ആക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ മസാല അങ്ങ് ചേർത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെയും ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം.
ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു കപ്പോളം നമ്മുടെ സാധാരണ പശുവും പാലുണ്ടല്ലോ, നമ്മൾ കവർ പാൽ മേടിക്കുമല്ലോ, അതായാലും മതി, അല്ലെങ്കിൽ പശുവും പാലായാലും മതി, ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ചേർക്കുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരണം. അപ്പൊ കൂടെ തന്നെ നിൽക്കണേ, പാലായതുകൊണ്ട് തന്നെ തിളച്ചിങ്ങി പൊന്തി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതിന്റെ കാര്യം, ഈ അരിപ്പൊടി ചേർത്തേക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായി കുറുകി വരാൻ തുടങ്ങും. ഒരല്പം വെള്ളം കൂടെ അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. അരിപ്പൊടി ചേർത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിച്ച് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ മിക്സ് ആക്കുമ്പോഴേക്കും ഈ ഗ്രേവി അങ്ങ് തിക്കായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ മിക്സാക്കി അരിപ്പൊടിന്റെ ആ പച്ചമണമൊക്കെ അങ്ങ് മാറും കേട്ടോ മിക്സ് ആക്കുമ്പോഴേക്കും. എന്നിട്ട് ഇതൊന്ന് തിക്കായി വരാൻ തുടങ്ങും. ഇപ്പം തന്നെ ചെറുതായിട്ട് ഒന്ന് തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഗ്രേവി കുറച്ചാണ് തിക്കായത് കണ്ടോ, ഇതുപോലെ ഒന്ന് തിക്കായിട്ട് നന്നായിട്ട് ക്രീമി ആയിട്ട് വരാൻ തുടങ്ങും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 മുട്ട പുഴുങ്ങി അത് 2ആയിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ തന്നെ നമ്മുടെ കുറുമ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കുറുമ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കുറുമ ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയുള്ള പരിപാടി. അപ്പൊ നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം, ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കിനി ദോശയുടെ പരിപാടിയിലോട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശപ്പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാം. വലുതോ ചെറുതോ ആയ ദോശകളൊക്കെ ചുട്ടെടുക്കാം. അതിനിടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഗ്യാസ് തീർന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ഇൻഡക്ഷൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ആ ബാക്കി ചുട്ടെടുത്തതാണ് കേട്ടോ. അപ്പൊ അതാണ്ട് ഇതുപോലെ ഒരു ഭാഗം റെഡി ആയിട്ട് കിട്ടുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പാൻ ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ കഴിയില്ല. അത് സാധാരണ നമ്മൾ എല്ലാ ദോശ ചുടുമ്പോഴും ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാണല്ലോ ഇത് ചുട്ടെടുക്കുന്നത്, അതേപോലെ തന്നെ. അപ്പൊ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഒരു ഭാഗം റെഡി ആയിട്ട് തിരിച്ചു മറിച്ചു നോക്കിയിട്ട് നമുക്ക് ദോശ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അപ്പൊ ഞാന് ഇനി ദോശയെല്ലാം ചുട്ടെടുത്ത് കൊണ്ടുവരാവേ. ഇപ്പൊ ദാണ്ടെ നമ്മുടെ ദോശയെല്ലാം ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാസറോളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓട്സ് ദോശയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ആക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ ഇതുകൊണ്ട് ഇനി നമ്മുടെ മുട്ടക്കുറുമയും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മുട്ടക്കുറുമയാണ് കേട്ടോ. അതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണ് രണ്ടും. പിന്നെ മുട്ടക്കുറുമയേക്കാൾ ഇതിൻ്റെ കൂടെ എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ദോശൻ്റെ കൂടെ ചട്നി കൂട്ടി കഴിക്കാനാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കുറുമ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതാണ്ടേ നമുക്കിനി അങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് കഴിച്ചാലോ. അപ്പം നമ്മുടെ ദോശ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. 2 എണ്ണം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ കുറുമയും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിക്കണം. പൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.